എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ ജൽദി. എവിടെ നോക്കിയാൽ पैसा 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 पूछते हैं. काम करो. ആപ്പിളിന്റെ ബിസിനസ്സാ? एक एप्पल बॉक्स कितना? हेलो, आपका कितना कितना लोरी वाला माल? ആണല്ലേ. तीना. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, हाँ നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. हाँ रेट कम नहीं आता. ആപ്പിൾ കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. ഇവൻ ആരടാ? ആദാമിന്റെ അളിയനാ. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കാൻ. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. ഓഫ്കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തേ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 എണ്ണം പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എന്താടാ, ഞാനൊരു കത്തിയാണെന്ന് തോന്നി നിനക്ക്? ഇവിടെ 30 വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ. എന്താ ആരാണെന്നോ ഞാൻ? ഇവിടെ ഓരോരുത്തരും ചോദിച്ചു നോക്കടാ ഞാൻ ആരാണെന്ന്. നിനക്ക് മര്യാദയൊന്നുമില്ലേ? എടാ, എന്താടാ സംസാരിക്കാത്തത്? ഞാൻ കിടന്ന് കുരയ്ക്കുന്നില്ലടാ. നിന്നെ നാം ഇറങ്ങിപ്പോയടാ. സംസാരിക്കടാ, സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കടാ. എടാ, എന്നെ വെറും മറ്റവനാക്കുന്നോടാ. നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും. ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത്. സംസാരിക്കുന്നോ പല്ലടിച്ച് കൊഴിക്കണോടാ. ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഇടിയാ? എനിക്കറിയാം, നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയേ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്, ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്, കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോര്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യനാ മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കാം. ഇതല്ലേ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ളേ, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്താ ചെയ്യും? ആ എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തെങ്കിലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന അയ്യാടാ, കല്യാണം കഴിക്കുമെന്നോ? എന്റെ പൊന്ന് മാമനവ്രത, നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം. 9395356339 ரிலையன்ஸ் நம்பர் இருக்கு. மனுஷன் இல்ல, ஒருத்த இன்னும் ஹாஸ்பிடல்ல. இந்த செல் நம்பரில் எங்க இருந்து பேசுறது உனக்கு சொல்ல முடியுமா? முடியுமான்னு தெரியாது. போட்டே, ஏது டவர்ல இருந்து வருது கண்டுபிடிக்க முடியுமா?
ആ സ്വാമിജി എവിടെയുണ്ട്? ദേ ഇരിക്കുന്നു. സ്വാമിജി നമസ്കാരം. നമസ്കാരം. എപ്പോഴാ വന്നത്? ഞാൻ വരുന്നു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി തിരയുന്നു. അവൾ വീട് വിറ്റ് എങ്ങോട്ടോ പോയെന്നറിയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മരത്തിന്റെ കീഴിൽ ഞാൻ അയ്യോ. ഇരിക്കുന്നു. അങ്ങയുടെ ഭാര്യ ഞങ്ങൾ അന്വേഷിക്കാം. ആ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകാർ സ്വാമിയെ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഹെലികോപ്റ്ററിൽ ബോർഡറിലേക്ക് എന്നെ കൊണ്ടുപോയി. पूरा इंडिया जलाना चाहते हो? सब मैं सिगरेट भी नहीं चलाता. मैम की चोटदा सब कर जाना है. मेरे बीवी इंदा सर. बीबी इंद सर? मेरे बीबी बरसों से नशा करते हैं. അങ്ങനെ കുറെ നാളുകൾ അവരുടെ കൂടെ ആയിരുന്നു. ഒരു ദിവസം അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി. ഒരു മുള്ളുവേലി എടുത്ത് ചാടി. ഞാൻ ചാടിയത് പാകിസ്ഥാനിൽ. അപ്പോൾ എന്റെ മുമ്പിൽ വന്നത് അൽ ഖൈദ ബാഗ്. कौन है तू? मैं अल ഖൈദ का फैन हूँ. किधर से आया? मैं कुंदंगल से आया आपके मिलने के लिए. आई लव അൽ ഖൈദ. അസ്സലാം അലൈക്കും. സലാം അലൈക്കും. സലാം അലൈക്കും. അങ്ങനെ അഭിനയിച്ചതുകൊണ്ട് 4 മാസം എനിക്കും അവർ ട്രെയിനിങ് തന്നു. അച്ചോ, എന്തിനാണ് ഇങ്ങനെ അലർന്നത്? കാര്യം പറഞ്ഞോ. മൈ ലവ് ഗ്രാൻഡ് സക്സസ്. ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞു സന്യാസി വേഷമൊക്കെ. അവളെ ഒന്ന് സമ്മതിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ കാര്യം. നാളെ അവളുടെ സന്യാസിനി വേഷമൊക്കെ കളഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അവളൊരു അനാഥയാ. അതുകൊണ്ട് എതിർക്കാനും യുദ്ധം ചെയ്യാനൊന്നും ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. പിന്നെ എനിക്കൊരു അച്ഛനുള്ളതാണെങ്കിലും വെറും വേസ്റ്റ് ആണല്ലോ. ഞാൻ വിളിച്ചത്, നമ്മൾ ഷൂട്ട് ചെയ്ത പ്രോഗ്രാം ടിവിയിൽ വരാൻ പോവാണല്ലോ. അതിൽ അവളുണ്ട്, വേണമെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചോ. കാണാടാ കഴുതേ. ആ പ്രോഗ്രാം എപ്പോഴാ? വരൂ സർ, അത് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കണ്ടോ ആ കുട്ടിയെ കണ്ടില്ലേ? അതാ അത് നോക്കി. Yeah, bringing on the new flavor for the 2007. Bringing on much love for all of it. And this is DE on the. ഞാനും ഒരു ആക്റ്റീവ് മെമ്പറായി. അപ്രതീക്ഷിതമായി എനിക്കൊരു പ്രൊമോഷനും കിട്ടി. ये क्या है मालूम? ये लकड़ी है. अरे लेभूत, ये लकड़ी नहीं, अमेरिका का टिन टवर्स है. टिन टवर्स टवर्स. एक फ्लाइट हाईजैक करके इसको ब्लास्ट करना है. तुम ये ऑपरेशन करोगे. എന്റെ കാര്യം പോക്കാടാ. അത് ശരി, ആ ട്വിൻ ടവേഴ്സ് തകർത്തത് അപ്പൊ സ്വാമിയാ? ഞാനോ? ആ. ആ ഗുഡ് ന്യൂസ് കേട്ടതോടെ വല്ലാതെ ഇമോഷനായി ഞാൻ മോഷൻ പോയത് അറിഞ്ഞില്ല. ലാസ്റ്റ് മിനിറ്റില് അവരെന്നെ ക്യാൻസൽ. അതിനുശേഷം ഡൽഹിയിൽ ബോംബ് വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ചാടി ഹിമാലയത്തിൽ പോയി സന്യാസിയായി. കുടുംബശങ്ക ആ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ എനിക്കെന്റെ ഭാര്യ ഹരിയോ ഹരിയോ. നിങ്ങൾ എവിടെന്നെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിച്ചതാടേ. ശരി ശരി. ഹിമാചൽ പ്രദേശ്, കുളു മണാലി. വൈശാലി, നീ എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്നെ കുറിച്ച് എന്താ തോന്നിയത്? ഇഡിയറ്റ്. അത് കഴിഞ്ഞ് ഫൂൾ. ഇപ്പോഴോ? ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കരുതുന്നില്ല. ആഹാ. എന്താന്ന് വെച്ചാ നിന്നെ പോലെ ഞാനും ഒരു ഫൂളായി പോവില്ലേ? Do you know that all the pretty girls fall in love with fools only? That's true. കരിവള വാങ്ങാൻ പോവാ. എന്താ തണുക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ഞാൻ പോയി സ്വെറ്റർ വാങ്ങിട്ട് വരാം. ഓക്കെ.